മകരവിളക്ക് ദർശനം കാത്ത് സന്നിധാനം. പർണശാലകൾ കെട്ടി സന്നിധാനത്ത് പുലർച്ചെ മുതൽ കാത്തിരിക്കുകയാണ് ഭക്തർ. കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. തിരുവാഭരണ ഘോഷയാത്ര വലിയനാവട്ടം ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. വൈകിട്ട് 6:15 കൊടിമരച്ചുവട്ടിൽ എത്തിച്ചേരും. അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തിയുള്ള മഹാദീപാരാധനയ്ക്ക് ശേഷമാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുക. അർജുൻ മട്ടന്നൂർ സന്നിധാനത്ത് നിന്നും, ഒപ്പം പമ്പയിൽ നിന്ന് റിനു ശ്രീധരും, നിലയ്ക്കലിൽ നിന്ന് MM രാഗേഷും ചേരുന്നുണ്ട്. ആദ്യം അർജുൻ മട്ടന്നൂരിലേക്ക് പോവുകയാണ്. സന്നിധാനത്ത് നിന്നാണ് അർജുൻ മട്ടന്നൂർ ചേരുന്നത്. അർജുൻ, കാത്തിരിക്കുകയാണ് ഭക്തലക്ഷങ്ങൾ ദർശനം കാത്ത്, മകരവിളക്ക് കാത്ത് ഇരിക്കുന്നത്. എന്തായാലും എങ്ങനെയാണ് ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങളൊക്കെ? ഇത്തരത്തിൽ ഭക്തരൊക്കെ തന്നെ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 2 ലക്ഷത്തിലധികം തീർത്ഥാടകരെങ്കിലും ഇത്തവണ ശബരിമലയിൽ എത്തിച്ചേരും, ഇന്നത്തെ ദിവസം എത്തിച്ചേരുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. എന്തായാലും ഭക്തർ ശരണം വിളികളോടുകൂടി മല കയറി എത്തുന്ന ഭക്തരൊക്കെ തന്നെ സന്നിധാനത്ത് തന്നെ തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി തന്നെ ഈ മകര ജ്യോതി ദർശിക്കാൻ വേണ്ടി നിരവധി ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരുന്നു. ഇവരൊക്കെ തന്നെ ഇപ്പോഴും സന്നിധാനത്ത് തുടരുകയാണ്. മാത്രവുമല്ല, വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മകരജ്യോതി ദർശനത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിലയ്ക്കൽ, പമ്പ, സന്നിധാനം, അതോടൊപ്പം തന്നെ പുല്ലുമേട് എന്നിവിടങ്ങളിലൊക്കെ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ മകരജ്യോതി ദർശനത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും 5000-ലധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുമുണ്ട്. പ്രധാനമായും പോലീസുകാർ നൽകുന്ന നിർദ്ദേശം, അതായത് വലിയ തിരക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മകരജ്യോതി ദർശനത്തിന് ശേഷം ഭക്തർ കൂട്ടത്തോടുകൂടി മലയിറങ്ങുന്നത് ഒഴിവാക്കണം. അത്തരത്തിൽ ഘട്ടം ഘട്ടമായി മാത്രമേ തീർത്ഥാടകരെ പുറത്തേക്ക് വിടാവൂ എന്നൊരു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് 5:00 സന്നിധാനത്തേക്ക് എത്തും. ശരംകുത്തിയാലിൻ്റെ സമീപത്ത് വെച്ച് എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കം സ്വീകരണം നൽകുകയും ചെയ്യും. അതിനുശേഷം സന്നിധാനത്തേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും ദീപാരാധന. അതിന് തൊട്ടു പിന്നാലെ മകരജ്യോതി ദർശനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഭക്തരൊക്കെ തന്നെ വലിയ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഇത്തരത്തിൽ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 2 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ഇന്നത്തെ ഒരു ദിവസം മാത്രം സന്നിധാനത്തുള്ളത്. അതിലേറെ തീർത്ഥാടകർ എത്തിച്ചേരുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. മാത്രവുമല്ല, രാവിലെ ഒരു 11 മണി മുതൽ തന്നെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള തീർത്ഥാടകരെ തടയുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് അതിനുശേഷം തീർത്ഥാടകരെ കടത്തിവിടുന്നില്ല. ഇന്ന് മകരജ്യോതി ദർശനം കഴിഞ്ഞ് നാളെ രാവിലെ മുതൽ മാത്രമേ ഇനിയുള്ള തീർത്ഥാടകർക്ക് സന്നിധാനത്തേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ നിരവധി തീർത്ഥാടകരാണ് സന്നിധാനത്തേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ്. ശരണം വിളികളാൽ മുഖരിതമാണ് സന്നിധാനം. തീർത്ഥാടകരൊക്കെ തന്നെ മകരജ്യോതി ദർശനത്തിനു വേണ്ടി സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും കാത്തു നിൽക്കുകയാണ്.